ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തോളാം. ആ കാലമാടനെ എന്റെ കൂടെ വിടണ്ട. നോ, നിന്നെ ഒറ്റയ്ക്ക് വിടുന്ന പരിപാടി ഞാൻ നിർത്തി. നീ 5 പ്രാവശ്യമാണ് വണ്ടി പോയി ആക്സിഡന്റ് ആക്കിയത്. ആ 5 വട്ടവും ഞാൻ നിനക്ക് വാർണിംഗ് നൽകിയിരുന്നു. സോ നീ അത് എത്തിച്ച്. ഇനി നീ അതനുസരിച്ചേ പറ്റൂ. ആ ഓക്കെ, ഞാൻ അയാളുടെ കൂടെ പോയിക്കൊള്ളാം. ലച്ചുവിന്റെ വീട്ടുകാർക്ക് സമ്മതമാണ്. സോ നാളെയോ മറ്റന്നാളോ പെണ്ണ് കാണാൻ പോണം. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി. ആ, എല്ലാം പെട്ടെന്ന് തന്നെ നടക്കട്ടെ. അല്ല, നിനക്കും കല്യാണപ്രായമൊക്കെ ആയില്ലേ? ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഓ പിന്നെ, ഇയാളെ കെട്ടാൻ ഐശ്വര്യായി വരുമല്ലേ? എന്നെ കെട്ടാൻ ഐശ്വര്യ തന്നെ വരും. ഓ ആണോ, നന്നായി. അസ്ത്ര, അധികം തുള്ളണ്ട. ഇന്നലെ നിർത്ത്. എനിക്ക് 9 മണിക്ക് അവിടെ എത്തേണ്ടതാണ്. സോ വേഗം വണ്ടി എടുക്ക്. എന്നാ ഞാൻ പോട്ടെ, അല്ലെ നിന്റെ പെങ്ങളെ വായിലിരിക്കുന്നത് തെച്ചും കേൾക്കേണ്ടി വരും. ആടാ, ഞാനും ഇറങ്ങുവാ. ഇന്നൊരു കേസിന്റെ ഭാഗമായി പയ്യന്നൂർ വരെ ഒന്ന് പോണം. ആ വഴിയൊന്ന് ലച്ചുവിനെ കാണണം. ആ ഓക്കേടാ, ശരി. തനിക്ക് ഈ ജീൻസോ പാന്റോ വല്ലതും ഉടുത്തൂടെ? എന്തിനാ ഈ മുണ്ടുടുത്ത് നടക്കുന്നേ? അത് ഞാനല്ലേ ഉടുക്കണേ. നീ സ്ലീവ്ലെസ്സും വയറ് കാണുന്ന ടോപ്പും എല്ലാം ഇട്ടിട്ട് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? സോ മോളെ പണി നോക്കിയാൽ മതി. ഞാൻ അച്ഛനോട് പറഞ്ഞ് തനിക്കൊരു യൂണിഫോം ആക്കി തരാൻ പറയുന്നുണ്ട്. അന്നേരം ആൾക്കാരെ വിചാരിച്ചോളൂ താൻ എന്റെ ഡ്രൈവറാണ്, ബോയ് ഫ്രണ്ട് അല്ല എന്ന്. എന്ത് ബോയ് ഫ്രണ്ടോ? അത് നിന്റെയോ? ഓ, താനും വലിയ ലുക്കൊന്നും അല്ല. താൻ വെയിറ്റ് ചെയ്യ്, ഞാൻ ചെന്ന് ലച്ചുവിനെ വിളിച്ചിട്ട് വരാം. ലച്ചു, സുഖല്ലേ? ആ ലോകേട്ടാ, സുഖം. നിന്റെ കല്യാണം നടക്കാറായെന്നെല്ലാം കേട്ടല്ലോ, നേരാണോ? ആ, നാളെ വിശ്വേട്ടന്റെ വീട്ടിൽ നിന്ന് പെണ്ണ് കാണാൻ വരുമെന്നാ പറഞ്ഞത്. ഞാനും കൂടി വരും. ഓ ആയിക്കോട്ടെ. അല്ല ലോകേട്ടാ, വിശ്വേട്ടനും ലോകേട്ടനും ഒരേ പ്രായമല്ലേ? ഏട്ടൻ ദാമ്പത്യ ജീവിതം ഒന്നും ആഗ്രഹിക്കുന്നില്ലേ? അതൊക്കെ സമയാവുമ്പോ നടക്കൂന്നേ. ലച്ചു, അത് നീ അറിഞ്ഞില്ലേ? ഇയാളെ കെട്ട ഐശ്വര്യായി വരും പോലും. അസ്ത്ര, നിന്നേക്കാളും മൂത്തതല്ലേ ലോകേട്ടൻ? നിനക്ക് റെസ്പെക്ട് ചെയ്തൂടെ? പിന്നെ ഇയാളെ റെസ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് കിണറ്റിൽ ചാടുന്നയാ. നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല. ഓളകാലം വിട്ടേ ലച്ചു, പറഞ്ഞിട്ട് കാര്യമില്ല. നീ നടന്നോ, ഞാനിപ്പോൾ വരാം. ആ ഓക്കെ. ലോകേട്ടാ, ഏട്ടൻ എപ്പോഴാ അവളോട് ഇഷ്ടം തുറന്ന് പറയാൻ പോണേ? ഇങ്ങനെ ചിരിക്കാതെ ഒന്ന് പറ. അവളിപ്പോൾ പഠിക്കുവല്ലേ? എന്നും വിചാരിച്ച് ഞാനും പഠിക്കുവല്ലേ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നീ മെച്യൂർഡായ കുട്ടിയാണ്, എന്നാൽ അവൾ ഇപ്പോഴും ഇമ്മച്യൂർ ആണ്. പിന്നെ ഇപ്പോൾ ഞാൻ അവളെ പോയി പ്രപ്പോസ് ചെയ്താൽ എനിക്ക് പണമില്ല, വിദ്യാഭ്യാസം ഇല്ല എന്നെല്ലാം പറഞ്ഞ് അവൾ തന്നെ എന്നെ റിജക്ട് ചെയ്യും. അതിനേക്കാളും നല്ലത് കുറച്ചുനാൾ വെയിറ്റ് ചെയ്യുന്നതാണ്. ആ അതും ശരിയാ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെയും അസ്ത്രീയുടെയും കല്യാണം ഒരുമിച്ച് നടക്കണമെന്നത്. അതൊക്കെ നമ്മൾക്ക് വഴിയെ ആലോചിക്കാം. നീ തൽക്കാലം പോയിക്കോ. ലച്ചു, നീ അവിടെ എന്തെടുക്കുവാ? ഞാൻ ലോകേട്ടനോട് സംസാരിച്ചിരിക്കുവായിരുന്നു. മനസ്സിലാവായിച്ച് ചോദിക്കുന്ന നിങ്ങളെല്ലാം എന്തിനാ അയാൾ ഇത്ര തലയിക്കേറ്റി നടക്കുന്നത്? എനിക്കിഷ്ടല്ല അയാളെ. ഞാനാണ് നിന്നോട് അങ്ങോട്ട് ചോദിക്കേണ്ടത്. നിനക്ക് എന്തിനാ ലോകേട്ടനോട് ഇത്രയും ദേഷ്യോ? നിനക്ക് അറിയാനിട്ടാ, അയാള് ലോക പാരയാണ്. ഞാനിപ്പോൾ ഡ്രിങ്ക്സ് വല്ലതും കഴിച്ചാല് നേരെ അച്ഛനോട് ചെന്ന് പറയലാണ് അയാളുടെ പണി. ഒരു ത്രിലോക്. ഉയ്യന്റെ മുത്തപ്പ, ഇവിടെ തെറ്റിദ്ധരിച്ചിരിക്കുവാണല്ലോ. ഞാനത് ആരവേട്ടനോട് പറഞ്ഞതാണല്ലോ. ആരവേട്ടനത് ഞാൻ കാരണോ? ഇനി എന്തായാലും സത്യം പറയാൻ നിൽക്കണ്ട, അതാ എനിക്ക് നല്ലത്. നീ എന്തേ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ആ കേട്ടു. നീ വാ, നമുക്ക് അകത്ത് ചെല്ലാം, എന്നിട്ട് റിപ്പോർട്ട് വാങ്ങാം. നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ഡെസ്റ്റിനേഷൻ തരും. മേ ബി പാലസ് ഓർ സംതിങ് ആയിരിക്കും. സോ അവിടുത്തെ ആർക്കിടെക്റ്റിനെ പറ്റി നിങ്ങളുടെ അറിവ് വെച്ച് വിവരങ്ങൾ ശേഖരിക്കണം. ഇറ്റ്സ് യുവർ ഫൈനൽ ടൈം. ഓരോരുത്തരുടെയും ഡെസ്റ്റിനേഷൻ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെന്ന് നോക്കാം. അതിനുശേഷമേ നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അവിടെ എത്തിയ ഒരു കൺഫേം മെസ്സേജ് ഇടേണ്ടതാണ്.
സോ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എടി അപ്പൊ പെണ്ണ് കാണലോ? മറ്റന്നാള് പോകാം. ഹാവൂ, രക്ഷപ്പെട്ട്. എനിക്ക് അടുത്തുള്ള സ്ഥലത്താണ് കിട്ടിയത്. നിനക്കോ? എനക്കേതോ ത്രിലോക സ്ഥാനം കിട്ടിയേ. എടി അവിടത്തേക്ക് 6 മണിക്കൂർ യാത്രയുണ്ട്. സോ നാളെ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മറ്റന്നാൾ പുലർച്ചെ പോണ്ടി വരും. ആ, എന്തേലും ചെയ്യാ. ഇപ്പൊ വാ, പോവാ. ആരും നാളെ തന്നെ നമുക്ക് ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോകാം. ഇനി അത് വൈകിപ്പിക്കണ്ട. അത് ശരിയാ മനുഷ്യ. അല്ലേ തന്നെ 30 ഇവന്. ഇനി എന്തായാലും നിശ്ചയെങ്കിലും നടക്കണം. ആ, നാളെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു വെക്കാം. ഇതെന്തുവാ? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞ പിരാന്ത്. എന്താ കണ്ടതെന്ന് തന്നെ ഓർമ്മയില്ല. ഓ, ഏട്ടന്റെ ഫ്രണ്ടല്ലേ, പെണ്ണ് കാണലിന് പോകാൻ വന്നായിരിക്കും. അസ്ത്ര, വേഗം ചെന്ന് റെഡിയാവാൻ നോക്ക്. ലോകമോനൊക്കെ വന്നു. ആരും അമ്മയോ റെഡിയാവുകയാണ്. സോ ചെന്നെന്തെങ്കിലും കഴിച്ചിട്ട് റെഡിയാവ്. ആ, റെഡി ആയിക്കൊള്ളാമേ. വാ, കേറി വാ. ഇനി പെണ്ണിനെ വിളിക്കല്ലേ? ആ, ആയിക്കോട്ടെ. എടിയെ, നീ പോയി മോളെ വിളിച്ചിട്ട് വാ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നടക്കട്ടെ. പിന്നീട് കല്യാണം കഴിയുന്നത് വരെ നോ കോണ്ടാക്ട്. മീൻസ് കാണാൻ പാടില്ല. നീ ഇതെവിടെ പോകുവാ? ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിക്കാണട്ടെ, ബോറടിക്കുന്നു. അങ്കിൾ, ഞാനൊരു കോൾ ചെയ്തിട്ട് വരാം. ആടാ, ഓക്കെ, പോയിക്കോ. അസ്ത്രയ്ക്കും ലച്ചുവിനും ഒരേ പ്രായമല്ലേ? അപ്പോൾ അവളുടെ കാര്യം എങ്ങനാ? വല്ലതും നോക്കുന്നുണ്ടോ? ആ, ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. എന്തായാലും കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ലേ നടക്കുക. സോ ആരവിന്റെയും അസ്ത്രയുടെയും കല്യാണം ഒരുമിച്ച് നടത്തിയാലോ എന്നാ വിചാരിക്കണത്. അപ്പോ ചെറുക്കനാരാ? ആരും കണ്ടുപിടിച്ചായിരുന്നു? ആ, അതെ. പക്ഷേ ചങ്കൂറ്റുള്ളവനാണ്. എന്റെ മകളെ പൊന്നുപോലെ നോക്കിക്കൊള്ളും. ഇപ്പോഴത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നില്ലേ? കെട്ടിച്ചുവിട്ട കുടുംബത്തിലെ പ്രശ്നം കാരണം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. അതൊന്നും കാണാനും കേൾക്കാനും വയ്യ. ഏതൊരച്ഛനും മകളുടെ ഭാവി സേഫ് ആക്കാനല്ലേ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ അസ്ത്രയ്ക്ക് കാശുള്ളതിന്റെ അഹങ്കാരം കൂടുതലുണ്ട്. അത് ഇതോടെ മാറിക്കോളും. പിന്നെ സ്നേഹമുള്ളവനാ ത്രിലോക്. അനാഥനാണ്. അച്ഛനും അമ്മയും കടബാധ്യത കാരണം സൂയിസൈഡ് ചെയ്തു. എന്റെ ഫ്രണ്ടിന്റെ മകനാണ് ത്രിലോക്. പിന്നെ റിലേറ്റീവ്സ് ആരും അവനെ നോക്കാതെ വന്നപ്പോൾ ഞാൻ അവനെ നോക്കി വളർത്തി. 10 വയസ്സുള്ളപ്പോഴാ അവൻ എന്റെ വീട്ടിലേക്ക് വന്നത്. അവനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അഭിമാനമാണ്. അവൻ 10ാം ക്ലാസ് വെച്ച് പഠിത്തം നിർത്തി. തുടർന്ന് പഠിക്കാൻ ഒരുപാട് നിർബന്ധിച്ചതാ. പക്ഷെ അവൻ കേട്ടില്ല. പിന്നെ പഠിക്കെല്ലാം പോയി അവൻ കഷ്ടപ്പെട്ട് സ്വന്തമായൊരു വീട് വെച്ചു. അങ്ങനെയുള്ളവൻ എന്റെ മകളെ പട്ടിണിക്കിടില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ അവനത് എതിർക്കില്ല എന്നതാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇരു കല്യാണവും ഒരുമിച്ച് നടത്താം അല്ലേ? ആ, നടത്താം. പക്ഷേ ആദ്യം അവരുടെ സമ്മതം കൂടി ചോദിക്കണം.
അസ്ത്രേ, ഇവിടെ വാ, നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അച്ഛാ? നിന്റെ കല്യാണക്കാര്യമാണ്. കല്യാണമോ? മോനെ എവിടെ പോകുക? ഇവിടെ ഇരിക്ക്. അതെന്തിനാ എന്റെ കല്യാണക്കാരി ഇയാള് കേൾക്കുന്നേ? കാര്യമുള്ളോണ്ട്. നിന്റെയും ആരവിന്റെയും കല്യാണം ഒരുമിച്ച് നടത്താനാണ് തീരുമാനം. അപ്പോൾ ചെക്കൻ ആരാണെന്ന് വെച്ചാൽ ത്രിലോകാണ്. ഇനി അതിലൊരു മാറ്റവും ഇല്ല. മോനെ ത്രിലോകെ, നിനക്ക് സമ്മതാണോ? അങ്കിൾ എന്ത് തീരുമാനിക്കുന്നുവോ അതെനിക്ക് ഓക്കെയാണ്. എന്ത്? എനിക്ക് സമ്മതമല്ല. എനിക്കിഷ്ടല്ല നിങ്ങളെ. നിന്റെ കാര്യം എനിക്ക് അറിയേണ്ടതില്ല. നിനക്ക് നല്ലതെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. നീ കല്യാണത്തിന് സമ്മതിച്ചേ പറ്റൂ. ഇതെന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അച്ഛാ, അവൾക്ക് കുറച്ച് ടൈം കൊടുക്ക്, അവള് സമ്മതിക്കും. ത്രിലോകമോനെ, നീ ചെന്ന് അവളോടൊന്ന് സംസാരിക്ക്. അത് വേണോ അങ്കിൾ? വേണം, പോ. എന്താ എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റൂ. നിനക്ക് എന്തുകൊണ്ടാ എന്നെ ഇഷ്ടമില്ലാത്തത്? എനിക്കിഷ്ടല്ല നിങ്ങളെ. കാണാൻ ലുക്കുണ്ടായാൽ മാത്രം പോരല്ലോ, വിദ്യാഭ്യാസം ഒക്കെ വേണ്ടേ? കൂടാതെ ഒരു അനാഥനും. ഇത്രയൊക്കെ തന്നെ ധാരാളം. ശരിയാ, ഞാൻ അത്രക്കൊന്നും ചിന്തിച്ചില്ല. പക്ഷേ ഇഷ്ടമായിരുന്നോടോ എനിക്ക് നിന്നെ. ഇനി ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്നെ കൂടെ നടക്കില്ല. ഞാൻ അങ്കിളിനോട് എനിക്ക് കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞോളാം. താങ്ക് യു സോ മച്ച്. ഒരു ഉപകാരമെങ്കിലും ചെയ്തല്ലോ. പക്ഷേ ഇന്ന് തന്നെ എനിക്ക് പറയാൻ സാധിക്കില്ല. സാരമില്ല, മെല്ലെ പറഞ്ഞാ താങ്ക് ഗോഡ്. അങ്ങേരെ ഇങ്ങനെ കിട്ടേണ്ടി വന്നാൽ ഹോ, ആലോചിക്കാൻ കൂടി വയ്യ. എന്തായാലും രക്ഷപ്പെട്ട്. ഇങ്ങളിങ്ങനെ കിടക്കണത് കാണാൻ കഴിയണില്ല മനുഷ്യ. ചികിത്സയ്ക്കായി പണം ചോദിച്ചിട്ടാണ് ആരും തരണമില്ല. ഇനി എന്താ ഞാൻ ചെയ്യാ? ഉടനെ വൈദ്യരെ കാണിച്ചില്ലെങ്കിൽ? എടിയെ, എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെയും കൂടി കണ്ടിട്ട് എനിക്ക് ചത്താൽ മതി. എനിക്കിപ്പോൾ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞല്ല പ്രധാനം. നിങ്ങളാണ് മനുഷ്യ. എനിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ചിലപ്പോൾ എനിക്ക് അത്ര ആയുസ്സേ ഈശ്വരൻ നൽകിയിട്ടുണ്ടാവും. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അവസാന ആശ്രയം എന്നോണം ഞാൻ അയൽപക്കത്ത് കൂടിയൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾക്കൊന്നും വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഭർത്താവിന്റെ അസുഖം മാറ്റാൻ എനിക്ക് പണം തന്ന് സഹായിക്കണേ. ഞാൻ കാല് പിടിക്കാം. ഞാൻ എവിടുന്ന് തരാനാണ്? കൃഷിയിടം മഴ വന്ന് നശിച്ചിരിക്കുകയാണ്. കയ്യിലുള്ള പണമെല്ലാം നിനക്ക് തരികയാണെങ്കിൽ ഞാനും കുടുംബവും പട്ടിണി കിടന്ന് ചാവും. നീ ഒരു കാര്യം ചെയ്യൂ. നീ രാജകൊട്ടാരത്തിൽ ചെന്ന് രാജാവിനോട് കാര്യം ആവശ്യപ്പെടും. നിന്റെ ഈ അവസ്ഥയോർത്തെങ്കിലും രാജാവ് നിന്നെ സഹായിക്കും. ഞാൻ രാജകൊട്ടാരത്തിലേക്ക് പോകുക. രാജാവ് എന്റെ അവസ്ഥയോർത്തെങ്കിലും എന്നെ സഹായിക്കും. അതേ ഇനിയൊരു മാർഗം എന്റെ മുമ്പിലുള്ളൂ. മഹാരാജാവേ, എന്റെ ഭർത്താവിന് സുഖമില്ല. അങ്ങ് എന്റെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് പണം തന്ന് സഹായിക്കണമേ. ഞാൻ അപേക്ഷിക്കുകയാണ്. ഞാൻ സഹായിക്കാം. പകരമായി എനിക്ക് എന്തു നൽകും? അങ്ങേക്ക് നൽകാൻ എന്റെ പക്കലൊന്നുമില്ല. ആകെ അവശേഷിക്കുന്നത് എന്റെ ജീവൻ മാത്രമാണ്. അതെനിക്ക് ആവശ്യമില്ല. എനിക്ക് നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ വേണം. ആ കുഞ്ഞിനെ ഇവിടുത്തെ സൈന്യത്തിൽ ചേർക്കണം. കാരണം രാജ്യത്തിന്റെ സൈന്യബലം തീരെ കുറവാണ്. സമ്മതമാണെങ്കിൽ നിനക്ക് ഞാൻ പണം നൽകാം. പക്ഷേ അങ്ങുന്നേ, കുഞ്ഞ് പെണ്ണാണെങ്കിലോ? പെണ്ണാണെങ്കിൽ ആ കുട്ടിക്കും പരിശീലനം നൽകും. എനിക്ക് സമ്മതമാണ് അങ്ങുന്നേ. കുഞ്ഞിനെ പ്രസവമെടുക്കുവാൻ രാജകൊട്ടാരത്തിൽ നിന്നും ആളെ അയക്കുന്നതായിരിക്കും. 5 വയസ്സ് തികഞ്ഞാൽ ആ കുട്ടിയെ സൈന്യത്തിൽ ചേർക്കണം.
എവിടെ പോയതായിരുന്നു നീ? ചോദിച്ചത് കേട്ടില്ലേ നീ? അടുത്ത ആഴ്ച രാജകൊട്ടാരത്തിലേക്ക് പ്രവേശിക്കേണ്ട കുട്ടിയാണ്. കൂട്ടുകാരോടൊത്ത് ഉല്ലസിക്കാൻ പോയിരിക്കുന്നേ. എനിക്ക് രാജകൊട്ടാരത്തിലേക്ക് പോകണ്ട അമ്മേ. എന്താ നീ പറഞ്ഞേ? വേണ്ട എന്നോ? നിന്റെ ജീവിത ലക്ഷ്യം തന്നെ രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ്. അതനുസരിച്ചില്ലെങ്കിൽ രാജാവിന്റെ കൈകൊണ്ടായിരിക്കും നിന്റെ അന്ത്യം. കേട്ടല്ലോ? ഒരു സൈനിക കരിയാൻ പാടില്ല, എത്ര കണ്ട് പ്രഹരമേറ്റാലും. കേട്ടല്ലോ? ഏതാണ് ആ കുട്ടി? നാം ഇതുവരെയും ഇവിടെയൊന്നും കണ്ടില്ലല്ലോ. എന്തായാലും ഒന്ന് പരിചയപ്പെട്ടേക്കാം. കുട്ടി എന്തേ ആരോടും ഒന്ന് സംസാരിക്കാത്തേ? എന്റെ രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പരിശീലനം നടത്തുവാൻ വേണ്ടി വന്നതാണ് നാം. കുമാരിയോ? അയ്യോ, എന്നെ കുമാരി എന്നൊന്നും വിളിക്കേണ്ടതില്ല രാജകുമാര. എന്റെ നാമം ശാംഭവി എന്നാണ്. നല്ല നാമം. എന്റെ കൂടെ വരൂ, ഞാൻ പരിശീലന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാം. സൂര്യതിലക രാജകുമാര, അങ്ങ് എവിടെയാണ് ഈ കുട്ടിയെയും കൊണ്ട് പോകുന്നത്? മന്ത്രി മഹാനെ, ഞാൻ എത്ര വട്ടം അങ്ങയോട് എന്നെ സൂര്യ എന്ന് മാത്രം വിളിക്കുവാൻ ആവശ്യപ്പെടുന്നു. അങ്ങെന്താ അത് അനുസരിക്കാത്തത്? കാരണം അങ്ങാണ് ഈ രാജ്യത്തിന്റെ ഭാവി രാജാവ്. അതുകൊണ്ടാണ് കുമാര. അത് നമുക്കും അറിയാവുന്ന കാര്യമല്ലേ മന്ത്രി മഹാനെ? ആണ് കുമാര. സാരമില്ല, അങ്ങേക്ക് എപ്പോൾ എന്റെ നാമം വിളിക്കാൻ തോന്നുന്നുവോ അന്ന് വിളിച്ചാൽ മതി. മന്ത്രി മഹാനെ, പരിചയപ്പെടൂ, ഇതാണ് എന്റെ പുതിയ കളിക്കൂട്ടുകാരി ശാംഭവി. ആ അതെ, കുമാരി തന്നെ. നമ്മൾ കുട്ടികളാണ്, നമ്മൾ കളിച്ചു വളരേണ്ടവരാണ്. ക്ഷമിക്കണം രാജകുമാര, ഞാൻ ഇവിടേക്ക് വന്നത് രാജ്യത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്റെ ബാല്യകാലം ഞാൻ ഉപേക്ഷിച്ചതാണ്. എനിക്കിനി യുദ്ധമുറകൾ പരിശീലിച്ച് നല്ല ധീര പോരാളിയാണ് ആവേണ്ടത്. അങ്ങ് എന്നോട് ക്ഷമിക്കണം. വിട നൽകിയാലും രാജകുമാര. എന്ത് പക്വതയോടെയാണ് ആ കുട്ടി സംസാരിക്കുന്നത്. രാജകുമാര, ആ കുട്ടി പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണ്. ആ കുട്ടിയുടെ കടമയാണ് രാജ്യത്തെ സംരക്ഷിക്കുക എന്നത്. അത് മഹാരാജാവിന്റെ കൽപ്പനയാണ്. അത് ആ കുട്ടിക്ക് അനുസരിക്കേ നിവൃത്തിയുള്ളൂ. അങ്ങനെ തന്നെ ആയിക്കോട്ടെ മന്ത്രി മഹാ. ഞാൻ ശാംഭവിയോടൊപ്പം വിദ്യ അഭ്യസിച്ചു കൊള്ളാം. അതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല രാജകുമാര, അങ്ങേക്ക് ആ കുട്ടിയോടൊത്ത് വിദ്യ അഭ്യസിക്കാം. എന്നാൽ മന്ത്രി മഹാ, ഞാൻ പരിശീലന കേന്ദ്രത്തിൽ പോവുകയാണ്. ആയിക്കോട്ടെ രാജകുമാര. പ്രണാമം സ്വീകരിച്ചാലും രാജകുമാര. പ്രണാമം, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കുമാരി. രാജകുമാര, അങ്ങ് എന്നെ കുമാരി എന്നൊന്നും വിളിക്കേണ്ടതില്ല. ഞാൻ രാജകുമാരനാണെങ്കിൽ നീ നമ്മുടെ കുമാരിയാണ്. വൈകാതെ തന്നെ ഞാൻ നിന്നെ നമ്മുടെ പത്നിയുമാക്കുന്നതാണ്. രാജകുമാര, അത് അസംഭവ്യമാണ്. നമ്മൾ ഒന്നിക്കേണ്ടവരല്ല. ഞാനൊന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നാം അത് നേടിയിരിക്കും. എന്താണ് സഹോദരി നമ്മുടെ പ്രിയമിത്രം നിന്നോട് പറഞ്ഞിട്ടു പോയത്? അത് ഒന്നുമില്ല ജ്യേഷ്ഠ. വീണ്ടും നമ്മുടെ മിത്രം പ്രണയാഭ്യർത്ഥനയുമായി വന്നോ?
അത് തന്നെയാണ് ജ്യേഷ്ഠ കാര്യം. എത്ര പറഞ്ഞിട്ടും രാജകുമാരന് മനസ്സിലാവുന്നില്ല. എന്റെ ജീവൻ ഒരു യുദ്ധത്തിൽ വെച്ച് ഇല്ലാതായേക്കാം. അല്ലേ നമ്മുടെ ഈ ബന്ധത്തിന് മഹാരാജാവ് സമ്മതിച്ചില്ലെന്നും വരാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടാണോ നീ അവരിൽ നിന്നും അകലം പാലിക്കുന്നത്? അറിയില്ല ജ്യേഷ്ഠ, ഞാനും രാജകുമാരനും തമ്മിൽ അന്തരം ഒരുപാടാണ്. ഒരു പക്ഷേ അത് തന്നെയാണ് എന്നെ കുമാരനിൽ നിന്നും അകറ്റുന്നത്. അങ്ങനെയെന്നാൽ നിനക്ക് എന്റെ മിത്രത്തെ ഇഷ്ടമാണെന്ന് അല്ലേ? ജ്യേഷ്ഠ നിർത്തൂ. ഇത് കേട്ട് കുമാരനെങ്ങാനും വന്നാൽ പിന്നെ അത് മതി. നിനക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നുവോ അത് നീ ചെയ്. ഞാൻ കൂടെയുണ്ടാവും. ഞാൻ ത്രിലോകസ്ഥാന രാജമന്ത്രിപുത്രൻ ഭൂമിനാഥൻ നിനക്ക് വാക്കു നൽകുന്നു. നമ്മുടെ പ്രിയ മിത്രമേ, നാം നിനക്കായുള്ള ഒരു ശുഭവാർത്തയുമായാണ് വന്നിരിക്കുന്നത്. അതെന്താണ് ഭൂമി? ഇന്നു നാം ശാംഭവിയുമായി സംസാരിച്ചിരുന്നു. അവളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് നിന്നെ അവൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. നാം ഈ കേൾക്കുന്നത് സത്യമാണോ? ആണ് പ്രിയമിത്രമേ. ഇനി ആ പ്രണയം അവളിൽ നിന്നും പ്രകടമാവണമെങ്കിൽ നീ തന്നെ അതിന് തുനിഞ്ഞിറങ്ങണം. ആ, അതിനായി ഒരു ഉപായം നാം കണ്ടെത്തേണ്ടതുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. സഹോദരി, നീ എനിക്കൊരു സഹായം ചെയ്യുമോ? പറഞ്ഞാലും ജ്യേഷ്ഠ. അത് മഹാരാജാവിനെ ശുശ്രൂഷിക്കുന്ന സ്ത്രീയുടെ ഭർത്താവിന് സുഖമില്ല. അതുകൊണ്ട് ആ സ്ത്രീ ഇന്ന് ഇവിടെ വന്നില്ല. പറ്റുമെങ്കിൽ നീ ഇന്ന് ആ സ്ത്രീക്ക് പകരമായി ഒന്ന് രാജാവിന്റെ കാര്യങ്ങൾ നോക്കുമോ? വേറെ ഒന്നും വേണ്ട. ഈ രോഗം വിളിച്ചിട്ടുണ്ട്. മഹാരാജാവും എന്റെ പിതാവും യുവരാജാവും പിന്നെ നാമും മാത്രമാണ്. അതിനിടെ നമ്മൾക്കായുള്ള പാനീയം കൊണ്ടുവരിക എന്നതാണ് നീ ചെയ്യേണ്ടത്. ശാംഭവിക്ക് വല്ല എതിർപ്പും? ഇല്ല ജ്യേഷ്ഠ, എനിക്ക് സമ്മതമാണ്. എപ്പോഴാണെന്ന് പറഞ്ഞാൽ? വൈകിട്ടാണ്, മറക്കാതെ എത്തിക്കോളേ. രാജകുമാര, ക്ഷമിക്കണം മഹാരാജാവേ. നാം അറിയാതെ. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരൂ. പിതാവേ, നാം ശാംഭവിക്ക് ശിക്ഷ കൊടുത്തുകൊള്ളാം. ഭാവിയിൽ മഹാരാജാവ് ആവേണ്ടതല്ലേ ഞാൻ? ശരി പുത്ര, നീ തന്നെ നൽകിയാലും ഇവൾക്കായുള്ള ശിക്ഷ. ശാംഭവി, നിന്റെ ശിക്ഷ എന്തെന്നാൽ ഇന്ന് തൊട്ട് അടുത്ത വാരം വരെ നീ നമ്മുടെ പരിപാലികയാവേണ്ടതാണ്. ആജ്ഞ പോലെ യുവരാജാവേ. മഹാരാജാവേ, എനിക്ക് വിട നൽകിയാലും. ശാംഭവി, അങ്ങയെ രാജകുമാരൻ അന്വേഷിക്കുന്നുണ്ട്. അന്തപുരത്തിലേക്ക് ചെല്ലുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആണോ? നാം ഇപ്പോൾ തന്നെ അവിടെ ചെന്നോളാം. വന്നാലും കുമാരി, ഞാൻ കുമാരിയെ കുറച്ചു നേരമായി കാത്തു നിൽക്കുന്നു. നമുക്കറിയാം കുമാര, അങ്ങ് തന്ത്രപൂർവമാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ശിക്ഷ നൽകിയത് എന്ന്. കുമാരിയുടെ കണക്കുകൂട്ടൽ ശരി തന്നെയാണ്. നാം തന്ത്രപൂർവം തന്നെയാണ് ഇങ്ങനെയൊരു ശിക്ഷ കുമാരിക്ക് നൽകിയത്. രാജകുമാര, അങ്ങ് എന്നെക്കാളും മുതിർന്നയാളാണ്. അതുകൊണ്ട് തന്നെ കുമാരനെ ഉപദേശിക്കാൻ നാം ആരുമല്ലെന്നറിയാം. എന്നാലും പറഞ്ഞു പോകുക, നമ്മൾ തമ്മിൽ ഒന്നു ചേരേണ്ടവരല്ല. എന്റെ അധികാരം എന്ന് പറയുന്നത് രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ്. കുമാരിയുടെയും അതുതന്നെ. പിന്നെ എന്ത് അന്തരമാണ് നമ്മിൽ തമ്മിലുള്ളത്? അങ്ങയുടേത് അധികാരവും എന്റേത് ജോലിയുമാണ്. പിന്നെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു രാജാവ് ഒരു സേനാനിയെ വിവാഹം കഴിച്ച ചരിത്രമില്ല. ഒന്നിക്കാൻ പാടില്ലാത്തത് ഒന്നിച്ചാൽ മാത്രമേ അതിന് ആരാധകർ കൂടുകയുള്ളൂ. അങ്ങയോട് തർക്കിക്കാൻ ഞാനില്ല. അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? വെറുതെ കുമാരിയെ കണ്ടുകൊണ്ടിരിക്കുവാൻ. നിന്നോട് എനിക്ക് പ്രണയമുണ്ടെന്ന് നിനക്കറിയാം. പിന്നെ എന്തിനാണ് പ്രിയെ നീ എന്നെ ഇങ്ങനെ മത്തുപിടിപ്പിക്കുന്നത്?
നിനക്കും ആ പ്രണയം എന്നോടുണ്ടെങ്കിൽ ധൈര്യമായി തുറന്നു പറയൂ. അർഹിക്കാവുന്നതേ ആഗ്രഹിച്ചോടു എന്നൊരു ചൊല്ലില്ലേ രാജ. എനിക്കങ്ങനെ ശുശ്രൂഷിക്കാനുള്ള അനുമതിയേ ഉള്ളൂ, പ്രണയിക്കാനില്ല. എന്തിനാണ് നീ അന്തരം കാണിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ഒരു പോരാളിയാണ്. രാജ്യത്തെ സംരക്ഷിക്കുക എന്നതാണ് എന്റെ കടമ. അങ്ങേ വിവാഹം കഴിച്ചാൽ അത് ശരിയാവില്ല. ഞാൻ തയ്യാറാണെങ്കിൽ കൂടി മഹാരാജാവ് അതിനനുവദിക്കുകയില്ല. കാരണം എന്റെ ജീവൻ മറ്റാരുടെ കരങ്ങളിലാണ്. ഒരു യുദ്ധത്തിൽ പങ്കാളിയായി രാജ്യത്തെ രക്ഷിച്ചാൽ മാത്രമേ എന്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. നിന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് നേടിയിരിക്കും. അങ്ങയുടെ ഈ പ്രണയം സത്യസന്ധമാണെങ്കിൽ അങ്ങയുടെ പെണ്ണ് തന്നെയായിരിക്കും ഞാൻ. വിട നൽകിയാലും രാജകുമാര. ഇന്നാണ് നമ്മുടെ അന്തപുരത്തിലെ അങ്ങയുടെ പരിപാലികയായുള്ള അവസാന ദിവസം. കുമാരിക്ക് എന്നോട് പ്രണയം വല്ലതും തോന്നിയിരുന്നോ ഈ ദിവസങ്ങളിൽ? ഇല്ല കുമാര, എനിക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ഞാൻ എന്റെ പഴയ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. രാജകുമാര, ശാംഭവി, നിങ്ങളെ മഹാരാജാവ് രാജസഭയിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അവിടെ എത്തുക എന്നാണ് ഉത്തരവ്. നമ്മെ രണ്ടുപേരെയും മാത്രമാണ് വിളിച്ചത്? അല്ല കുമാര, മന്ത്രികുമാരനെയും മറ്റു യുദ്ധ പരിശീലകരെയും രാജാവ് വിളിച്ചിട്ടുണ്ട്. എന്തോ മുഖ്യ കാര്യം പറയുവാനായിരിക്കും കുമാര. എനിക്കും അത് തന്നെ തോന്നുന്നു. സമയം പാഴാക്കാതെ വരൂ. പാറയ്ക്കൽ രാജവംശം നമ്മുടെ രാജ്യമായ ത്രിലോകവുമായി യുദ്ധം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നാളെ തന്നെ നമ്മൾ എല്ലാ തയ്യാറെടുപ്പോടുകൂടി അവരെ നേരിടണം. ഇപ്രാവശ്യം നേതൃത്വം വഹിക്കാൻ മഹാരാജാവായിരിക്കില്ല നിങ്ങളുടെ കൂടെ വരിക. പകരം യുവരാജാവ് സൂര്യതിലകനായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, രാജ്യത്തെ എങ്ങനെ രക്ഷിക്കാം എന്നത് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതാണ്. ഞാൻ ആ കടമ ഏറ്റിരിക്കുന്നു മന്ത്രിമഹാ. പിന്നെ സേനയുടെ നേതൃത്വം നാം ശാംഭവിക്കാണ് നൽകുന്നത്. ശാംഭവിയെ സേനാധിപതിയായി നിയമിച്ചിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. ഞാൻ എന്റെ കടമ ഭംഗിയായി നിറവേറ്റുന്നതാണ്. നന്ദിയുണ്ട് മഹാരാജാവേ. നന്ദി മന്ത്രിമഹാ. അവളേക്കാൾ മുൻപേ സൈന്യത്തിൽ ചേർന്നവരാണ് നമ്മൾ. എന്നിട്ടോ നമ്മുടെ ആണുങ്ങളുടെ വില കളയാൻ വേണ്ടി ഒരു പെണ്ണിന് സൈന്യത്തിന്റെ നേതൃത്വം കൊടുത്തിരിക്കുന്നു. അതെ, സൗന്ദര്യം ഉണ്ടെന്ന് വെച്ച് എന്തായാലും അവൾക്കിട്ടൊരു പണി കൊടുക്കണം. അവളുടെ തട്ട് താത്തിക്കൊടുക്കും നമ്മൾ. നമ്മുടെ സൈന്യത്തിലെ 200 പേർ ഒത്തുവരിച്ചിരിക്കുന്നു. പാറയ്ക്കൽ സൈന്യത്തിലെയോ? 1000-ലധികം പേർ. നമുക്ക് തന്നെയാണ് വിജയസാധ്യത കുമാര. അവരുടെ പക്കൽ സൈന്യം കുറവാണ്. മിക്കവാറും യുദ്ധം നാളെയും കൂടി ഉണ്ടാവുള്ളൂ. അത് നല്ലത് തന്നെ. എന്നാൽ ഞാൻ വിശ്രമശാലയിലേക്ക് ചെല്ലട്ടെ. മന്ത്രികുമാര, അങ്ങ് ശാംഭവിയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണമേ. പറയാം മിത്രമേ. എന്റെ പ്രിയമിത്രം രാമു അടങ്ങിയിരിക്കുന്നു. ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അവൻ ജീവന് വേണ്ടി പിടയുന്നത്. അവന്റെ അടുത്ത് തന്നെ ശാംഭവി ഉണ്ടായിരുന്നു. അവൻ അവളോട് കരഞ്ഞ് അപേക്ഷിച്ചതല്ലേ അവനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൾ എന്താ പറഞ്ഞത്? അവൾ മറ്റൊരാളുമായി പൊരുതുകയാണ്, അതുകൊണ്ട് സ്വയരക്ഷ നേടുക എന്നല്ലേ? ശാംഭവി, ഓർത്തു വെച്ചോ, നിന്റെ നാശം എന്നിൽ നിന്നാവും. രാജകുമാര, അങ്ങ് എന്തിനാണ് എന്നെ വിളിപ്പിച്ചത്? നമുക്കൊന്ന് സംസാരിക്കണമായിരുന്നു. നമുക്ക് ഉദ്യാനത്തിലേക്ക് ചെല്ലാം. അവിടെ തികച്ചും നിശബ്ദതയാണ്. ആയിക്കോട്ടെ കുമാര. ഇന്നു കുമാരി നല്ല പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അഭിനന്ദനങ്ങൾ. നന്ദി കുമാര. അങ്ങും വളരെ ഭംഗിയായി അങ്ങയുടെ കർത്തവ്യങ്ങൾ നിറവേറ്റി. നിനക്ക് ഓർമ്മയുണ്ടോ കുമാരി, നിന്നെ നാം ആദ്യമായി കണ്ടപ്പോഴും ദേ ഇപ്പോൾ വരെ ഒരേ വടന്മാല വേഷത്തിലാണ് നീ. പക്ഷേ എനിക്കിഷ്ടമാണ്. നിന്റെ കഴുത്തിലെ മറുകൊണ്ടല്ലോ ശാംഭവി, അത് കാണുമ്പോൾ നിനക്ക് പറയാൻ പറ്റുമോ ശാംഭവി,
നിന്റെ മനസ്സിൽ ഞാൻ ഇല്ല എന്ന്? ഈ മൗനത്തിന്റെ അർത്ഥമെന്താ? നീ ആരെയാ ഭയക്കുന്നത്? പറയൂ. ഈ രാജ്യത്തെയും ജനങ്ങളെയും കുമാര. അതാണ് എന്നെ കുമാരനിൽ നിന്നും അകറ്റുന്നത്. അപ്പോൾ നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് അല്ലേ? അതെ കുമാര, എനിക്ക് അങ്ങേ ഇഷ്ടമാണ്. നാം ഈ കേൾക്കുന്നത് സത്യമാണോ? നാം വർഷങ്ങളായി കേൾക്കാൻ കാത്തിരുന്ന വാക്കുകൾ. കുമാര, മഴ. പെയ്യട്ടെ കുമാരി. നമ്മുടെ ഈ ഒത്തുചേരലിന് പ്രകൃതി സമ്മതം നൽകിയതാവും. കുമാരി നമ്മെ കാണണമെന്ന് പറഞ്ഞിരുന്നോ? അതെ കുമാര. എന്താണ് വിശേഷിച്ച്? കുമാര, അത് എന്തു തന്നെയായാലും പറയൂ. നാം ഗർഭിണിയാണ് കുമാര. എന്താണ് നാം കേൾക്കുന്നത്? നാം ഒരു അച്ഛനാകാൻ പോകുന്നു എന്നോ? കുമാരൻ എന്തിനാണ് ഇത്രയും സന്തോഷിക്കുന്നത്? ഈ കുഞ്ഞിനെ ഈ രാജ്യം അംഗീകരിക്കില്ല. എന്ത്? എന്റെ കുഞ്ഞിനെ എന്റെ രാജ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ രാജ്യം തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾക്കായി വരുന്നതാണ്. അരുത് കുമാര, അരുത്. നിനക്ക് ഞാൻ വാക്കു നൽകുകയാണ് ശാംഭവി. നിന്നെ എന്തായാലും പിതാവ് അംഗീകരിക്കും. പിതാവ് ഇന്നു രാത്രിയാണ് സവാരി കഴിഞ്ഞെത്തുക. അതുകൊണ്ട് നാളെ പ്രഭാതത്തിൽ തന്നെ ഞാൻ ഈ സന്തോഷകാര്യം പിതാവിനെ അറിയിക്കുന്നതാണ്. പിതാവ് എന്തായാലും എന്നെ നിരുത്സാഹപ്പെടുത്തില്ല, ഉറപ്പാണ്. പക്ഷെ കുമാര, അഥവാ മഹാരാജാവ് നമ്മുടെ ബന്ധം അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ അങ്ങനെ മറന്നേ പറ്റൂ. എനിക്ക് വാക്കു നൽകൂ. അത് എനിക്ക് നൽകാൻ കഴിയില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. ഇന്ന് തന്നെ രാജാവിനെ അറിയിക്കണം. മറ്റന്നാൾ തന്നെ നിന്റെ പട്ടാഭിഷേകം നടത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആണോ? എന്നാൽ കാര്യങ്ങളെല്ലാം എളുപ്പമായി. എന്തു കാര്യങ്ങൾ? ശാംഭവി ഗർഭിണിയാണ്. അപ്പോൾ പിന്നെ ഞാൻ രാജാവായി കഴിഞ്ഞാൽ ശാംഭവിയെ ഞാൻ എന്റെ പത്നിയാക്കും. നാളെ പിതാവിനോട് അക്കാര്യം പറയുവാൻ ഇരിക്കുകയായിരുന്നു നാം. ഇനി എന്തായാലും വേണ്ട. രാജാവായാൽ നിന്നെ എതിർക്കാൻ ആരും തന്നെ വരികയില്ല. അതാവും ഉചിതം. പ്രണാമം മഹാരാജാവേ. പ്രണാമം മഹാമന്ത്രി. എന്തിനാണ് അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? വേഗം പറഞ്ഞാലും ഇത് കഴിഞ്ഞ് വേണം നമുക്കൊന്ന് വിശ്രമിക്കുവാൻ. അത് മഹാരാജാവേ, രാജകുമാരനും ശാംഭവിയും തമ്മിൽ പ്രണയത്തിലാണ്. എന്താ പറഞ്ഞത്? അതെ മഹാരാജാവേ, എന്നാൽ ഇപ്പോൾ ശാംഭവി ഗർഭിണിയുമാണ്. ഇല്ല, അതൊരിക്കലും നടക്കാൻ പാടില്ല. നീ എന്തായാലും ചെന്നോ, ഇവന് 100 പൊൻപണം കൊടുത്തേക്ക്. തോഴി, ചെന്ന് ശാംഭവിയെ വിളിച്ചിട്ട് വാ. പ്രണാമം മഹാരാജാവേ. പ്രണാമം മന്ത്രി മഹാനെ. പ്രണാമം. ശാംഭവി, നീ നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി നൽകണം. ഉത്തരവ് പോലെ മഹാരാജാവേ. നീയും എന്റെ പുത്രനും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? മൗനമായി നിൽക്കാതെ ഉത്തരം പറയൂ. ക്ഷമിക്കണം മഹാരാജാവേ, ഞങ്ങൾ പ്രണയത്തിലാണ്. എന്റെ മകന്റെ രക്തം നിന്റെ വയറ്റിൽ വരുന്നുണ്ടോ? ഉണ്ട് മഹാരാജാവേ. നിന്റെ ജീവൻ തന്നെ എന്റെ ഭിക്ഷയാണ്. അതുകൊണ്ട് ഞാൻ തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. അതിന് നിനക്ക് സമ്മതമല്ലേ?
സമ്മതമാണ് മഹാരാജാവേ. എന്നാൽ ഈ നിമിഷം ഞാൻ നിനക്കുള്ള ശിക്ഷ വിധിക്കുകയാണ്. ഈ കടാര വെച്ച് സ്വയം ജീവൻ വെടിയുക. അത് മഹാരാജ. മന്ത്രിയോട് ആരും അഭിപ്രായം ചോദിച്ചില്ല. എന്തേ ശാംഭവി, നിനക്ക് സമ്മതമല്ലേ? ജന്മം കൊണ്ട് ഞാൻ അങ്ങയോട് എപ്പോഴും കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ എന്റെ ജീവൻ അങ്ങേക്ക് സമർപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ അവസാന ആഗ്രഹമെന്നോളം എന്റെ വയറ്റിലെ കുഞ്ഞ് ജനിക്കുന്നത് വരെ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. സാധ്യമല്ല. ഈ കുഞ്ഞ് ജനിച്ചാൽ എന്റെ പുത്രനും ഈ രാജ്യത്തിനും കളങ്കം സംഭവിക്കും. അതുകൊണ്ട് നിന്നോടൊപ്പം ഈ കുഞ്ഞും ഇല്ലാതായേ പറ്റൂ. ഉത്തരവ് പോലെ മഹാരാജാവേ. മിത്രമേ, എഴുന്നേൽച്ചാലും. എന്താ? എന്തിനാ നീ കരയണേ? എന്തു പറ്റി ഭൂമി? മിത്രം എന്റെ കൂടെ വന്നാലും. ശാംഭവി, എന്റെ ശാംഭവി, എന്റെ കുഞ്ഞ്. എന്താ എന്താ പറ്റിയത്? ഭൂമി പറ, എന്താ പറ്റിയത് എന്റെ ശാംഭവിക്ക്? അത് ശാംഭവി ആത്മഹത്യ ചെയ്തതാണ്. ഇല്ല, എന്റെ ശാംഭവി ആത്മഹത്യ ചെയ്യില്ല. നീയും ശാംഭവിയും തമ്മിൽ പ്രണയത്തിൽ ആയിരുന്നല്ലേ? നിന്റെ ശാംഭവി ജീവൻ വെടിയുന്നത് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. എന്നോട് ക്ഷമിക്കണം. എന്താ എന്താ പറഞ്ഞേ? എന്റെ ശാംഭവി കൊലപ്പെടുത്തിയത് എന്റെ സ്വന്തം പിതാവാണെന്നോ? എനിക്കറിയണം എന്ത് തെറ്റ എന്റെ ശാംഭവി അവരോട് ചെയ്തതെന്ന്. പുത്ര, നിൽക്കൂ. അദ്ദേഹം മറ്റു രാജാക്കന്മാരുമായി ഒരു ചർച്ചയിലാണ്. ഇപ്പോൾ അവിടേക്ക് ചെന്നാൽ അത് നാണക്കേടാവും. നാണക്കേട് കാരണം തന്നെയല്ലേ അയാൾ എന്റെ ശാംഭവിയെ കൊന്നത്. ശരിക്കുമുള്ള നാണക്കേട് എന്തെന്ന് മഹാരാജാവ് അറിയാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പെണ്ണിനെ കൊന്ന് അങ്ങനെ നിങ്ങളെ സുഖിക്കണ്ട. പുത്ര സൂര്യതിലക, നീ എന്താണ് ഈ പറയുന്നത്? വിളിച്ചു പോകരുത് തന്നെ. നിങ്ങൾക്കും ഈ രാജ്യത്തിന് നാണക്കേട് ഉണ്ടാവുന്നത് തടയാൻ എന്തിനാ എന്റെ പെണ്ണിനെ കൊലക്കൊടുത്തേ? ഇന്ന് ഈ രാജാക്കന്മാരുടെ മുമ്പിൽ വെച്ച് ഞാൻ ശപിക്കുകയാ. ഈ രാജ്യവും രാജകൊട്ടാരവും നശിക്കും. ഒരു രാജാവില്ലാതെ ഈ ഭരണം നിലയ്ക്കൂ. മിത്രമേ, പുത്ര, കുമാര, ഞാനത് ശരിക്കും കണ്ടത്. അത് ത്രിലോകല്ലേ? സമയം 5 മണി. ത്രിലോകസ്ഥാനം ഞാൻ വേറെ എവിടെ? അത് തന്നെ, ഞാൻ ഇന്ന് പോവാൻ നിൽക്കുന്ന സ്ഥലം. അതിൽ ശരിക്കും ഞാനല്ലേ ഉണ്ടായിരുന്നേ? ത്രിലോക, അവന് ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നോ? അതെ, ഞാൻ ത്രിലോകിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇന്നലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇതെന്തായാലും ലിച്ചുവിനെ വിളിച്ചു പറയാം. എന്തുവാ പെണ്ണെ, പുലർച്ചയ്ക്ക് എന്നെ മനുഷ്യനെ ഉറക്കം കളയാൻ വേണ്ടി? ലിച്ചു, ഇന്നലെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. എടി, നീ എന്ത് ക്രൂരിയാണ്. ലോകേട്ടനെ നിന്നെ കുറെ നാളായി ഇഷ്ടാണ്. അത് ത്രിലോകേട്ടൻ ഇന്നലെ പറഞ്ഞിരുന്നു. വെയിറ്റ്, നീ ഇപ്പോൾ എന്താ വിളിച്ചേ? ത്രിലോകേട്ടൻ എന്നോ?
അതിനെന്താ? സത്യം പറ, നിന്റെ മനസ്സിലിപ്പോൾ എന്താ? അത് എനിക്കിഷ്ടം ത്രിലോകേട്ടനെ. നീ പെണ്ണെ വേണ്ട കേട്ടോ, ലോകേട്ടൻ പാവാണ്. നീ വെറുതെ ഏട്ടനെ കളിപ്പിക്കാൻ നിൽക്കണ്ട. എടി ലച്ചു, ഞാൻ സത്യം അറിയുന്നു, എനിക്കിഷ്ട മുത്തപ്പനാണേ. നീ വെറുതെ എന്റെ മുത്തപ്പനെ തൊട്ട് സത്യം ചെയ്യല്ലേ? അയ്യോ ഒരു കാര്യായിട്ടാണ്, ഞാനാണ് സത്യം. ഇനി ലോകേട്ടൻ നിന്റെ പിറകെ നടക്കില്ല. സോ ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്ത് മാർഗം? നീ ലോകേട്ടന്റെ പുറകെ നടന്നോ? ആ ഓക്കെ. എടി നീ ശരിക്കും ഓക്കെ അല്ലേ? ഒരു ഉറക്കെഴുന്നേച്ചപ്പോൾ പെട്ടെന്നൊരു മാറ്റം. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആയിക്കോട്ടെ, അവസാനം ലോകേട്ടനെ എങ്ങാനും വിഷമിപ്പിക്കാനാണ് എന്റെ പ്ലാനെങ്കിൽ മോളെ, നീ ശരിക്കും എന്റെ സ്വഭാവം അറിയൂ. ഇല്ല പോലീസ്. എന്നാ ചെന്ന് റെഡി ആയിക്കോ. പിന്നെയും കിടന്നുറങ്ങാൻ നിൽക്കണ്ട, നിനക്കാണെത്തണ്ടേ അല്ലേ? ആ അത് ശരിയാ. അപ്പൊ ത്രിലോകേട്ടനെ കാണാൻ പറ്റൂ. എന്നാ ശരി. എന്താ? എനിക്ക് കല്യാണത്തിന് സമ്മതമാണ്. എന്താ നിനക്ക് സമ്മതമാണെന്നോ? അതെ അച്ഛ, എനിക്ക് സമ്മതമാണ്. പക്ഷേ ഇപ്പോൾ അത് ത്രിലോകേട്ടനോട് പറയണ്ട. അതെന്തേ? അതൊക്കെയുണ്ട്. എന്നാൽ ഞാൻ പോയി ബാഗ് പാക്ക് ചെയ്യട്ടെ. ത്രിലോകേട്ടൻ വരില്ലേ? ആ അവൻ വരും. 6 മണിക്കെന്നാ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഷാർപ്പ് 6 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. കേട്ടല്ലോ? ആ കേട്ടു. ത്രിലോകേട്ടൻ കുറെ നേരമായി വന്നിട്ട്. ത്രിലോകേട്ടനോ? എന്തേ ഒന്നും ഇണ്ടാത്തേ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ആ കേട്ടു, ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇട്ടാലോ? ത്രിലോകേട്ടന് എന്റെ മൈൻഡില്ലല്ലോ. ആ അങ്ങനത്തെ പ്രവൃത്തിയല്ലേ ഞാൻ കാണിച്ചു വെച്ചത്. അതെന്തായാലും മാറ്റിയെടുക്കണം. ത്രിലോകേട്ടാ, കുറെ നേരം എടുക്കും അവിടുത്തെ. ആ ത്രിലോകേട്ടൻ ഫുഡ് കഴിച്ചായിരുന്നോ? ആ. ത്രിലോകേട്ടൻ കുളിച്ചായിരുന്നോ? ഏ? സോറി, അത് പെട്ടെന്ന്. അല്ല, നിനക്കെന്താ പറ്റിയത്? കുറെ നേരായല്ലോ. എനിക്കെന്ത് പറ്റേ? ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. എന്നാൽ കേട്ടോ, എനിക്ക് ത്രിലോകേട്ടനെ ഇഷ്ടാണ്. ഐ ലവ് യു. എന്ത്? വെറുതെ കളിപ്പിക്കല്ല അസ്ത്ര. ഞാൻ ശരിക്കും പറഞ്ഞതാണ്. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എനിക്ക് നിന്നോട് ആ പ്രണയ സ്നേഹം തോന്നുകയില്ല. ഞാൻ ത്രിലോകേട്ടനെ അല്ലാതെ മറ്റാരെയും കല്യാണം കഴിക്കില്ല. കാണാം. ആ കാണാം. ഈ പെണ്ണ്. അസ്ത്ര എഴുന്നേക്ക്, സ്ഥലത്തി. ഓ എത്തിയോ? ത്രിലോക സ്ഥലത്താണോ എത്തിയേ? അല്ല, വീടിന്റെ മുൻപിലാണ്. ആ ഓക്കെ, എന്തായാലും റെഡി ആയിട്ട് അടുത്തേക്ക് പോവാം. അല്ല ത്രിലോകേട്ടാ, ഇവിടെ ഫ്ലാറ്റ് ഒന്നും ഇല്ലേ? ഇത് വീടല്ലേ? ആ, ഈ നാട് അത്ര പുരോഗമിച്ചിട്ടൊന്നുമില്ല. എല്ലാവരും ചെറിയ ചെറിയ കുടിലാണ് താമസിക്കാറ്. ഓ ആണോ? എന്നാൽ ത്രിലോകേട്ട പോയി ഫ്രഷ് ആയിക്കോ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ആരാ? ഞാൻ വീടിന്റെ ഉടമസ്ഥനാണ്. ആ വരൂ, കേറിയിരിക്ക്. ആ, വാസുവേട്ടനല്ലേ? ആ മോനെ. അസ്ത്ര, നമ്മളെ ത്രിലോക കൊട്ടാരത്തിൽ വാസുവേട്ടനായിരിക്കും കൊണ്ടുപോവുക. നിനക്ക് വേണ്ട വിവരങ്ങൾ വാസുവേട്ടൻ പറഞ്ഞു തരും. വാസുവേട്ടാ, ആ കൊട്ടാരത്തിൽ അവസാനമായി രാജഭരണം നടത്തിയത് ആരാണ്? അത് മോളെ ചന്ദ്രതിലക മഹാരാജാവാണ്. ചന്ദ്രതിലകനോ? ഏത് കാലഘട്ടത്തിൽ? ഒരു 1700 കാലഘട്ടത്തിൽ. പിന്നീട് രാജഭരണം ഉണ്ടായില്ലേ? ഇല്ല, രാജ്യത്തിന് രാജകുമാരന്റെ ശാപമേറ്റു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. ആ ശാപം കാരണം തന്നെ ഈ സ്ഥലത്തും വികസനം ഉണ്ടായിട്ടില്ല. എന്തിനാ രാജകുമാരൻ രാജ്യത്തെ ശപിച്ചത്? കാരണം രാജകുമാരന്റെ ഗർഭിണിയായ കാമുകിയെ മഹാരാജാവ് കൊലപ്പെടുത്തി എന്നാ പറയണത്. അതുകൊണ്ട് രാജകുമാരൻ രാജ്യത്തെ ശപിച്ച് സ്വയം ജീവനൊടുക്കി. എന്നാൽ സമയം കളയാതെ നമുക്ക് കൊട്ടാരത്തിലേക്ക് പോകാം.
പിന്നെ മക്കളെ, കൊട്ടാരത്തിനുള്ളിലേക്ക് എനിക്ക് പ്രവേശനമില്ല. അതെന്തേ? ആ കൊട്ടാരം ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. പഠനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് രണ്ടാൾക്കും മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ. അത് ഇന്ന് രാവിലെയാണ് വിളിച്ചറിയിച്ചത്. ഓ ആണോ? എന്നാൽ നിങ്ങൾ പോകൂലേ? ഞാനിത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്. ആ പോയിക്കൊള്ളാം വാസുവേട്ടാ. എന്നാൽ മക്കളെ, ഞാൻ ഇറങ്ങുക. ശരി വാസുവേട്ടാ. ഞാൻ സ്വപ്നത്തിൽ കണ്ട അതേ കൊട്ടാരം. വാവ്, ബ്യൂട്ടിഫുൾ. ത്രിലോകേട്ടാ, നമുക്ക് അകത്ത് കയറാം. ത്രിലോകേട്ടാ, നമുക്ക് ആദ്യം ആ രാജകുമാരന്റെ അന്തപുരത്തിലേക്ക് ചെന്നാലോ? ആ ഓക്കെ. ഈ സ്ഥലം എവിടെ കണ്ട മാതിരിയുണ്ട്. ആണോ? യെസ്. അവിടെ ഒരു കർട്ടൻ ഉണ്ട്. അതിന്റെ മറുവശത്ത് എന്താ? ഇത് ഞാനല്ലേ? ആ അതെ, ത്രിലോകേട്ടൻ സൂര്യതിലക യുവരാജാവിന്റെ പുനർജന്മമാണ്. സൂര്യതിലകൻ? അതെ. നീ എന്നെ പൊട്ടനാക്കാൻ നോക്കുവാണോ? ത്രിലോകേട്ടാ, ഞാൻ സത്യമാണ് പറയുന്നേ. നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ഇതിന്റെ ഐതിഹ്യമെല്ലാം പഠിച്ചു വെച്ച് എന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുവാണ് നീ. അല്ല ത്രിലോകേട്ടാ, ഞാൻ സത്യമാണ് പറയുന്നേ. നീയുണ്ടല്ലോ, വിവരങ്ങൾ ശേഖരിച്ച് പാർക്കിങ്ങിൽ വന്നാ മതി. ഞാൻ അവിടെ ഉണ്ടാവും. ത്രിലോകേട്ടാ, ഇപ്പോഴെന്റെ വിശ്വാസായില്ലേ? അസ്ത്ര, ഞാൻ എന്ത് വിശ്വസിക്കണ്ടേ? കുറെ വേണ്ടാത്ത ചിന്തകളൊക്കെയാണ് നിന്റെ മനസ്സിൽ. നിനക്ക് വെറുതെ തോന്നുന്നതാണ്. അപ്പോൾ ത്രിലോകേട്ടാ, ഏട്ടന്റെ ഫോട്ടോ എങ്ങനെയാ മുറിക്കകത്ത് വന്നത്? നീ തന്നെ കൊണ്ടുചെന്ന് വെപ്പിച്ചതായിരിക്കും. നീ തന്നെ പറഞ്ഞില്ലായിരുന്നോ ആദ്യം ആ രാജകുമാരന്റെ മുറിയിലേക്ക് പോകാമെന്ന്? അപ്പോൾ അതെന്നെ കാണിക്കാൻ വേണ്ടി തന്നെയാണെന്ന് ഇപ്പോൾ തോന്നുന്നു. അതാ, ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്ത് വരണത് തന്നെ. സോ വാട്ട്? നീ നിന്റെ ഏതെങ്കിലും ഫ്രണ്ടിനോട് പറഞ്ഞ് ഫിറ്റ് ചെയ്തിപ്പിച്ചതാണെങ്കിലോ? മതി, ഏട്ടനോട് തർക്കിച്ചു നിൽക്കാൻ ഞാനില്ല. അത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളത്. ഓ ഗോഡ്, ഇവിടെ റേഞ്ചും കിട്ടുന്നില്ലല്ലോ. സമയം 11 ഇനിയും നാട്ടിലൊന്നും വിളിച്ചിട്ട് പോലും ഇല്ല. അത് അസ്ത്രയല്ലേ? അവളെന്തീ പുറത്ത് നിൽക്കുന്നേ? അത് ഈ പാതിരാത്രി. അസ്ത്ര അസ്ത്ര അല്ല, ശാംഭവി. ശാംഭവി? ശാംഭവി എന്റെ പുനർജന്മമാണ് അസ്ത്ര. നിങ്ങൾ ഒന്നിച്ചാലേ ഞങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയുള്ളൂ. 100 വർഷമായി നിങ്ങളുടെ ഒത്തുചേരലിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ. ശാംഭവി, അസ്ത്ര. എന്തു പറ്റി ത്രിലോകേട്ടാ? എന്തിനാ കരയുന്നേ? ശാംഭവി ഓർമ്മ വന്നു അല്ലേ? ഇഷ്ടാടി ഒരുപാട്. ഞാൻ എങ്ങനെയാ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളിയാ? 5-6 വർഷം നിന്റെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ? ഐ ലവ് യു.